എൻ്റെ ഒരു ഓർമ്മയിൽ എനിക്ക് ബോധം വെച്ച കാലം മുതൽ ക്രിസ്മസിന് ഞങ്ങളിവിടെ പുൽക്കൂട് ഉണ്ടാക്കാറുണ്ട്. ആദ്യമൊക്കെ മരത്തിൻ്റെയൊക്കെ ഇല വെച്ചിട്ടുള്ള പച്ചില പുൽക്കൂടായിരുന്നു. പിന്നെ പിന്നെ കാർഡ്ബോർഡും കച്ചിലൊക്കെ വെച്ചിട്ടുള്ള പുൽക്കൂടായി. 2 വർഷം മുന്നെയാണ് ഈ റെഡിമെയ്ഡ് പുൽക്കൂട് മേടിക്കുന്നത്. പുൽക്കൂട് റെഡിമെയ്ഡ് ആണെങ്കിലും അതിന് മുന്നത്തെ കച്ചിലൊന്നും കളയാണ്ട് സൂക്ഷിച്ച് വെച്ചേക്കുന്നത് കൊണ്ട് അതിൻ്റെ കുറച്ച് കോൺട്രിബ്യൂഷൻ കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനക്കേടാണ്. ഈവൻ ഉണ്ണിയേശുവിന് കിടക്കാനുള്ള ബെഡ് വരെ ഈ കച്ചിലുകൊണ്ട് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. പിന്നെ ക്യാരക്ടേഴ്സിൻ്റെ കാര്യം, അവരുടെയൊക്കെ മുഖം കണ്ടാൽ അറിയാം ആ ഒരു പഴക്കം. പിന്നെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് അല്ലറ ചില്ലറ അലങ്കോല പരിപാടികൾ മൊത്തം കഴിഞ്ഞ് ഉണ്ണീശുവിനെയും കൂടി കൂട്ടിൽ വെച്ച് കൊടുത്താൽ പുൽക്കൂടിൻ്റെ പരിപാടി മൊത്തത്തിൽ കഴിഞ്ഞു. എല്ലാ പരിപാടിയും കഴിഞ്ഞ് രാത്രി ലൈറ്റ് ഇട്ടപ്പോൾ ഉള്ള എൻ്റെ അമ്മയുടെ റിയാക്ഷൻ ഞാൻ കാണിച്ചുതരാം. എങ്ങനെ ഞെട്ടാതിരിക്കും? പള്ളിപ്പെരുന്നാളിന് ലൈറ്റ് ഇട്ട കൂട്ടാക്കിയിട്ടുണ്ട് ഞാൻ ഈ വീട്. ഇതൊക്കെ എന്തിനാണ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ക്രിസ്മസ് ഒക്കെ അല്ലേ, ഒന്ന് തിളങ്ങി നിൽക്കട്ടെ. അപ്പം അത്രേ ഉള്ളൂ. ഓക്കെ ബൈ, ടാറ്റാ.